കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വാട്സപ്പിലെ കുറച്ച് കിടക്കാച്ച ട്രിക്കുകളെ കുറിച്ചാണ്. 2022 പുതിയതായിട്ട് വാട്സപ്പിൽ വന്നിരിക്കുന്നതും അതുപോലെ കുറച്ച് പഴയ ട്രിക്കുകളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ എന്നും പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിലാണ് നമുക്ക് ഈ പറയുന്ന എല്ലാ ട്രിക്കുകളും അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ വാട്സപ്പിലോട്ട് ചില ആൾക്കാർ നിരന്തരം വീഡിയോസൊക്കെ അയക്കാറുണ്ട്. നമ്മളെ വേണ്ടപ്പെട്ടവരായിരിക്കാം. ചിലപ്പോൾ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ നമുക്ക് ഗുഡ് മോർണിംഗ് വീഡിയോ അയക്കും, ഗുഡ് ആഫ്റ്റർനൂൺ വീഡിയോ, ഗുഡ് നൈറ്റ് വീഡിയോ, അങ്ങനെ ചടപറ വീഡിയോസൊക്കെ നമുക്ക് ചിലവർ അയച്ചു തരാറുണ്ട്. ചിലപ്പം പല ആൾക്കാർ സെയിം വീഡിയോസൊക്കെ അയച്ചു തരാറുണ്ട്. അപ്പം നമുക്ക് അവരെ ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെ മെസ്സേജുകൾ ഒരുപാട് വീഡിയോ ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്റ്റോറേജ് തീർന്നു പോകാറുണ്ട്. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് ആ സ്റ്റോറേജ് സേവ് ചെയ്യാനുള്ള ഒരു ട്രിക്ക് നമുക്ക് വാട്സപ്പിലുണ്ട്. അതിനായിട്ട് നമ്മൾ വാട്സപ്പിൻ്റെ സൈഡിലുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാൻ ശേഷം നമ്മൾ സെറ്റിംഗ്സിൽ വന്നതിന് ശേഷം സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരിക. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാനേജ് സ്റ്റോറേജ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഒരുപാട് ഷെയർ ചെയ്യപ്പെട്ട, അതായത് ഒരുപാട് ഇങ്ങനെ വന്നിരിക്കുന്ന മെസ്സേജ് കാര്യങ്ങൾ അവിടെ ഫ്രീക്വൻലി ഷെയർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ പുതിയതായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തുരുതുര റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചില വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഫോർവേഡ് മെനി ടൈം എന്ന് പറയുന്ന ഒരു പുതിയ ഫോൾഡർ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഡിലീറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡേറ്റ കാര്യങ്ങൾ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചിലപ്പോൾ 1 GB 2 GB ഒക്കെ ഡേറ്റ അവിടെ കാണും. ഒരുപാട് സമയം ഫോർവേഡ് ചെയ്തതിനെ സ്പെഷ്യലി എടുത്ത് കാണിക്കുന്ന പുതിയൊരു ഫോൾഡർ നമ്മുടെ സ്റ്റോറേജിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറിയിട്ടൊന്ന് ചെക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം രണ്ടാമത്തെ ട്രിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് വരിക. ഒരു ചെറിയ പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്താറുണ്ട്. പ്ലാറ്റ്ഫോമിൻ്റെ പേര് capital.com എന്നാണ്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് capital.com എന്ന് പറയുന്നത്. ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. നോർമലി ഷെയർ മാർക്കറ്റിൽ ചെയ്യുന്ന പോലെ നമുക്ക് ഷെയർസ് വാങ്ങാനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോറക്സിൽ ട്രേഡ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വെബും അവൈലബിൾ ആണ്, മൊബൈൽ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്, നമുക്ക് ഐഫോണിലും അവൈലബിൾ ആണ്, ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് CFD ത്രൂ നമുക്കിതിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിന്നത് 0% കമ്മീഷനാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഓർഡർ കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ആവുന്നതാണ്. അതുപോലെ തന്നെ ഈ capital.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ആപ്പിളിൻ്റെയോ ഗൂഗിളിൻ്റെയോ നെറ്റ്ഫ്ലിക്സിൻ്റെയോ ഒക്കെ ഷെയർ കാര്യങ്ങളൊക്കെ വാങ്ങാൻ CFD ത്രൂ വാങ്ങാനായിട്ട് ഈ capital.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് കൊണ്ട് സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും capital.com ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ട്രേഡിങ്ങിൽ അതിൻ്റെതായ റിസ്ക് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ മറന്നു പോകരുത്. എന്നിരുന്നാൽ പോലും നമുക്ക് 100% സെക്യൂർ ആയ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് capital.com എന്ന് പറയുന്നത്. ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. വളരെ ഈസി ആയിട്ട് ഒരു ബിഗിനർക്ക് തന്നെ നല്ല രീതിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് അവർ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും താഴെ ലിങ്കിൽ പോയിട്ട് നിങ്ങൾ ഇന്ന് തന്നെ capital.comലോട്ട് രജിസ്റ്റർ ചെയ്ത് വരിക. അതിനുശേഷം ഇന്ന് തന്നെ നിങ്ങൾ ട്രേഡ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വാട്സപ്പിൽ അടുത്തൊരു ട്രിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന ഒരു ട്രിക്കാണ്. അതായത് നമുക്ക് വാട്സപ്പിൽ നമുക്കറിയാം, നമ്മളൊരാൾ ഓഡിയോ കാര്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഓഡിയോ പ്ലേ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓഡിയോ സ്റ്റോപ്പായി പോകും. നമുക്ക് ടെലിഗ്രാമിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഓഡിയോ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്ത് കാര്യം ചെയ്താലും ആ ഒരു ഓഡിയോ കേൾക്കാൻ സാധിക്കും. ടെലിഗ്രാമിലൊരു മ്യൂസിക് പ്ലെയർ പോലെയുണ്ട്. എന്നാൽ വാട്സപ്പിൽ ഇതുവരെ ആ ഒരു ഫീച്ചർ അവൈലബിൾ ആയിട്ടില്ലായിരുന്നു. എന്നാൽ 2022 അവർ ആ പുതിയ ഫീച്ചർ കൊണ്ടുവന്നിരിക്കുകയാണ്. വാട്സപ്പിനൊരു മ്യൂസിക് പ്ലെയർ പോലുള്ള ഒരു പ്ലെയർ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നതാണ്. അതായത് നമ്മളൊരു ഓഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്ക് അടിച്ച് പോന്നാലും വേറെ ചാറ്റ് എടുത്താലെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ഓഡിയോ പ്ലേ ആവുന്ന ഒരു ഫീച്ചർ പുതിയതായിട്ട് വാട്സപ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താണെന്ന് തീർച്ചയായിട്ടും വളരെ മികച്ചൊരു ഫീച്ചറായിട്ട് തോന്നി. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ നമ്മുടെ സേഫ്റ്റി കാര്യങ്ങൾ കൂടുന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ്. 2021 അവസാന നാളുകൾ വന്നാണ്. കുറച്ച് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്, കുറേ ആൾക്കാർക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അറിയാം, വാട്സപ്പ് end-to-end എൻക്രിപ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ വാട്സപ്പിലെ ചാറ്റ്സ് കാര്യങ്ങളെല്ലാം സേഫ് ആണ്. നമ്മളൊരാൾക്ക് അയക്കുന്ന മെസ്സേജ് കാര്യങ്ങൾ മൂന്നാമതൊരാൾ കാണുന്നില്ലെന്നൊക്കെയാണ് വാട്സപ്പ് അവകാശപ്പെടുന്നത്. ബാക്കപ്പിൽ നമുക്ക് ആ ഒരു സെക്യൂരിറ്റി നമുക്ക് ഇതുവരെ ലഭിക്കുന്നില്ലായിരുന്നു. എന്നാൽ ഇനി മുതൽ നമുക്ക് end-to-end എൻക്രിപ്ഷൻ നമുക്ക് ബാക്കപ്പ് എടുക്കുമ്പോൾ ലഭിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൻ്റെ സെറ്റിംഗിലേക്ക് വന്നതിന് ശേഷം ചാറ്റ്സിൽ പോയിട്ട് ബാക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ end-to-end എൻക്രിപ്ഷൻ്റെ ഒരു പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് ഓണാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കിടിലൻ പാസ്വേഡൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ബാക്കപ്പ് എടുക്കുമ്പോഴും സേഫായിട്ട് മെസ്സേജ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതാണ്. പക്ഷേ പാസ്വേഡ് ഏതെങ്കിലും ഒരു സാഹചര്യം മറന്നു പോയിട്ടെങ്കിൽ പിന്നെ ഇതൊന്നും തിരിച്ചെടുക്കാൻ പറ്റുന്നതല്ല. ഈ ഡെയിലി എൻ്റെ വീഡിയോ കാണുന്ന ഒരു സൂചിച്ചിട്ടുണ്ടാകും പുതുതായിട്ടൊരു കണ്ണാടി എൻ്റെ മുഖത്ത് വന്നത്. നമ്മളൊരു 1.5 കൊല്ലമായിട്ട് ഇപ്പോൾ ഓൺലൈനിലൂടെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പഠിക്കുന്നത് ഓൺലൈനിലൂടെയാണ്, വർക്ക് ചെയ്യുന്ന ഓൺലൈനിലൂടെയാണ്. നമ്മൾ ഒരുപാട് സമയം ഗെയിം കളിക്കാറുണ്ട്, ഫോണിൽ ഓൺലൈൻ ക്ലാസ് കൂടാറുണ്ട്, കമ്പ്യൂട്ടർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മുടെ കണ്ണിന് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു അടിപൊളി ക്ലാസ്സാണ്. ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്കാർ പുതിയതായിട്ട് ഇറക്കിയിരിക്കുന്ന ക്ലാസ്സാണ്. അപ്പോൾ അവരെനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഓഡിയൻസിനോട് ഇത് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റായിട്ട് ഫീൽ ചെയ്തു.
ചെയ്യുന്നു, അൾട്രാവയലറ്റ് എന്നുള്ള പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്, അതുപോലെ ബ്ലൂ ലൈറ്റിൻ്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കണ്ണിന് ഒട്ടും സ്ട്രെയിൻ വരില്ല. അതായത് ഒരുപാട് ടൈം യൂസ് ചെയ്താലും നമുക്ക് മീൻസ് കമ്പ്യൂട്ടർ ഫോണൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കണ്ണിനൊരു പെയിൻ വരുന്ന ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ് യൂസ് ചെയ്യാം. പിന്നെ ലിങ്ക് കാര്യങ്ങളെ താഴെ കൊടുത്തേക്ക്, ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അടുത്തൊരു ട്രിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ വെബ് യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഫീച്ചറാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് വാട്സപ്പ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാനായിട്ട് നമ്മൾ വാട്സപ്പ് വെബ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിലൊരു പുതിയ കിടക്കാച്ചി ഫീച്ചർ കൊണ്ടുവന്നത്, അതായത് ഒറ്റ ക്ലിക്കിൽ നമുക്ക് നമ്മുടെ ഒരു ഫോട്ടോ എടുക്കാൻ സാധിക്കും. ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം പോയതിനു ശേഷം നമ്മുടെ ഒരു ഫോട്ടോ മാത്രമായിട്ട് നമ്മൾ ഇറേസ് ചെയ്ത് കളയുന്ന പല ആപ്പുകളുണ്ട്. എന്നാൽ ആപ്പ് ഒന്നും ഇല്ലാതെ തന്നെ വാട്സപ്പിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം ഇറേസ് ആയി പോയിട്ട് നമുക്കതൊരു സ്റ്റിക്കർ പോലെ ആക്കുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ വാട്സപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ തന്നെ വാട്സപ്പിൻ്റെ ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഈ ഒരു ഫീച്ചർ ആൻഡ്രോയിഡ് ഫോണിൽ ലഭിക്കുന്നതാണ്, അതിനുശേഷം ഐഫോണിൽ ലഭിക്കുന്നതാണ്. എന്നുള്ള അടിപൊളി ഫീച്ചറാണ്. നമുക്ക് സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കുന്നതിന് ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അടുത്തൊരു ട്രിക്കും വാട്സപ്പിൻ്റെ സ്റ്റിക്കറുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ പണ്ടൊക്കെ വാട്സപ്പിൽ നമുക്ക് ഒരാൾ സ്റ്റിക്കർ കാര്യങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ നിന്ന് ആ സ്റ്റിക്കർ സേവ് ചെയ്തതിന് ശേഷം നമ്മൾ വേറെ ആർക്കെങ്കിലും അയക്കും. ഇതുപോലെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വാട്സപ്പിൽ സ്റ്റിക്കർ ഫോർവേഡ് ചെയ്യുന്നൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് സ്റ്റിക്കറൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അടുത്തൊരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ നമുക്ക് എപ്പോഴും നമ്മുടെ നമ്പർ, വാട്സപ്പ് നമ്പർ ഒന്ന് തരാമോ എന്ന് ചോദിക്കുമ്പോൾ വാട്സപ്പ് നമ്പർ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 853421 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. പക്ഷേ നമുക്ക് വാട്സപ്പിൽ ഇനി പെട്ടെന്ന് മെസ്സേജ് അയക്കണം, അതായത് നമ്പറൊന്നും കൊടുക്കാൻ മെസ്സേജ് അയക്കുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ പ്രൊഫൈലിൽ വന്നതിന് ശേഷം നമുക്ക് സൈഡിലായിട്ടൊരു QR കോഡ് കാണാൻ സാധിക്കും. നമ്മളെന്തെങ്കിലും ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുന്ന ഒരു മെഡിക്കൽ റെപ്പൊക്കെ ആണെങ്കിൽ ഒരാൾക്ക് നമ്പർ കൊടുക്കണം, ജസ്റ്റ് ആ ഒരു QR കോഡ് എടുത്ത് കാണിച്ചാൽ മതി. അപ്പോൾ അവിടെ വാട്സപ്പ് എടുത്തതിന് ശേഷം ആ QR കോഡിൻ്റെ ഓപ്ഷൻ തന്നെ സ്കാൻ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ കയറി ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പർ കൊടുക്കാതെ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് കാര്യങ്ങളൊക്കെ അയക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പുതിയ നമ്പറൊക്കെ എടുത്ത് നമ്പർ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കും ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്പർ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് സൗകര്യം, നിങ്ങൾ അങ്ങനെ തന്നെ നോക്കിയ ഒരു ഫീച്ചർ വന്നുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തിയതിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് വലിയ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഗ്ലാസും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി എന്തൊരു വീഡിയോ ഉപകാരപ്രദമായ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കേണ്ടതാണ്. മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയോടെ ബൈ ഗൈസ്. These my dollars make it hurt.